എന്തോ സ്വപ്നം കണ്ട് എണീച്ച് നോക്കിയപ്പോ 3 മണി. വിശന്നിട്ടാണ് പണ്ടാറടങ്ങിട്ട് വയ്യും താനും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിന്നാൻ എന്തോണ്ടോ നോക്കാൻ വേണ്ടി അടുക്കളേക്ക് പോകുമ്പോൾ ഉമ്മനോട് ടോപ്പായിട്ട് ഞാൻ ചോറൊന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോ ചോറിലുമ്മ വെള്ളം ഒഴിച്ചു. ഇനിയിപ്പോ കഞ്ഞായിട്ട് കുടിക്കാൻ വയ്യാത്തോണ്ട് ഞാൻ എന്തെങ്കിലും പോയി തപ്പണ രംഗാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടതേ. അരിപ്പാത്രം വലിച്ചേക്ക് പൈൽ ഇതൊരു എപ്പി നൂഡിൽസ്. എന്നാ പിന്നെ ഈ എപ്പി എന്നെ ആക്കാന്ന് ഞാനും അങ്ങോട്ട് കരുതി. പൈച്ചാ പുലി പുല്ലും തിന്നും പറഞ്ഞ കാര്യം പൈച്ചിട്ടാണെങ്കിൽ എനിക്ക് എന്താ തിന്നേണ്ടിയെന്ന് അറിയാതെ നടക്കുമ്പോഴാണ് ഇപ്പി കിട്ടിയത്. അങ്ങനെ ഗ്യാസും കത്തിച്ച് വെള്ളം പറഞ്ഞ് തിളയ്ക്കാൻ കാത്തിക്കാണ്. വെള്ളം ഏകദേശം തിളത്ത് കഴിഞ്ഞപ്പോ ഞാൻ അതിലേക്ക് മാഗി ഉണ്ട് ഇട്ട് കൊടുത്ത്. തൊട്ട പിന്നാലെ തന്നെ ഞാൻ അതിന്റെ മസാലയും കൂടി ഇട്ടേ. ഇതൊക്കെ കൂടി മിക്സ് ആക്കാണ് രംഗാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത്. ആരാണ് മാഗി കണ്ടുപിടിച്ചോന്ന് അറിയില്ല. പക്ഷെ മാഗി ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ പട്ടിണിയായി പോയേനെ. കാരണം എന്താ വെച്ചാൽ 2 ടോൺ തന്നെ സാധനമാവും. അതുകൊണ്ട് തന്നെ പള്ളക്ക് പൈപ്പിന് കുറച്ച് ശമനം ഉണ്ടാവേ. മാഗി കായ സ്ഥിതിക്ക് അതൊന്ന് ടേസ്റ്റ് വെക്കണ രംഗാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത്. ചെറുപ്പത്തിലേ എന്റെ ശീലാണ് ഈ അടുപ്പ് നിന്നേൽ ഇരുന്ന് കഴിക്കുക. ഇമ്മനോട് ടോപ്പായിട്ട് വിശക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇമ്മ എണീച്ച് വരുമ്പോ അടുക്കള ക്ലീൻ ആയി കണ്ടില്ലെങ്കിൽ ഇമ്മക്ക് എന്തായാലും ഡൗട്ട് കൊടുക്കുന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിച്ച പാത്രങ്ങളും സിങ്കൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് വെച്ച്. ഇമ്മക്കൊരു ഡൗട്ട് അടിക്കാം. മാഗി തിന്ന സ്ഥിതിക്ക് അപ്പൊ ബാക്കി നാളെ